ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി നമ്മളെ മുട്ട ബിരിയാണി, സിമ്പിളായി മുട്ട ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കേട്ടോ ഇന്ന് അവിടെ കാണിക്കണത് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ ഡാൽഡൻ്റെ നെയ്യ് ഉണ്ടല്ലോ, അത് ഒരു പാത്രത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ നല്ല ചൂടായി വരട്ടെ, നല്ല മെൽറ്റ് ആവട്ടെ കേട്ടോ. അത് മെൽറ്റായി ഇങ്ങനെ ഏകദേശം വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ചൂടായിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ, പട്ട, പൂവ്, ഏലക്ക, അതൊക്കെ ഇട്ട് കൊടുക്കുക കുറച്ച്. ഞാൻ 1 kg റൈസ് കേട്ടോ ഉണ്ടാക്കണത്, അതിനനുസരിച്ചുള്ള ഇതിട്ട് കൊടുക്കുക. പിന്നെ സവാള കട്ട് ചെയ്തത് 5 സവാള എടുത്തിട്ടുള്ളത്, അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. സവാള കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്യട്ടോ. അത് 5 സവാള ഉണ്ട്, ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ലോണം വാടി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഗായ്സ്, ഉള്ളിലിടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ബിരിയാണിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക, ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. നമുക്ക് റൈസ് നമ്മൾ തിളപ്പിച്ചൂറ്റിയാണ് എടുക്കുന്നത്, അതിലേക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. റൈസൊക്കെ അനുസരിച്ച് റൈസൊക്കെ ഇട്ട് കൊടുക്കുക. ഈ മസാലക്കനുസരിച്ച് നമ്മൾ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. കൂടി പോകരുത് കേട്ടോ, കൂടിയാൽ പിന്നെ ആകെ കുളമായി പോവും. ഉപ്പ് കൂടിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഇതോടെ കിടന്ന് വാടട്ടെ. അപ്പോൾ ഞാൻ റൈസ് ഒരു ഭാഗത്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാ ബിരിയാണിയൊക്കെ വെക്കൂലേ, റൈസ് ആദ്യം നമ്മൾ തിളപ്പിച്ച് ഊറ്റലല്ലേ, അതേപോലെ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുട്ട ബിരിയാണിയാണല്ലോ, അപ്പോൾ മുട്ട നമുക്ക് പുഴുങ്ങാൻ വെക്കണം. അത് ഏകദേശം അതാ തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതോടെ വേവട്ടെ. അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ സിമ്മിലിട്ടൊക്കെയാണ്, ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഇനി ഉള്ളിയൊക്കെ നമുക്ക് വാടി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മൂന്നും കൂടി മിക്സിയിൽ കൂട്ടി ചതച്ചിട്ട്, തോനെ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. എഗ്ഗ് ബിരിയാണിയാണല്ലോ, അപ്പോൾ തോനൊന്നും മസാല ചേരില്ല. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കുത്തലെടുക്കും, അപ്പോൾ കുറച്ചെടുത്താൽ മതി. ഏകദേശം ഇങ്ങനെ ഒരു പിടി അത്ര മാത്രം. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ചെറുങ്ങനെ കുറച്ച് മാത്രം. ഇനി ഇത് നല്ലോണം വാട്ടിയെടുക്കുക. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഒരു സൈഡിലായിട്ട് ഇതിന് 5 തക്കാളി എടുത്തിട്ട്, 5 വലിയ ഉള്ളിയാണല്ലോ എടുത്തിട്ടുള്ളത്, അതിനനുസരിച്ച് 5 തക്കാളി, കുറച്ച് മല്ലിച്ചപ്പും കട്ട് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് സൈഡിൽ. ഈ ഉള്ളിയും പച്ചമുളകിൻ്റെയും ഇതൊക്കെ പച്ച സ്മെല്ലൊക്കെ അടിച്ച് പോയിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. ഈ തക്കാളി നല്ലോണം ഫുള്ളിട്ടുണ്ട് വാട്ടിനെ. നല്ല തക്കാളിയൊക്കെ നല്ല വെന്ത് ഇതാവണം കേട്ടോ, ഉടയണം. തക്കാളിനൊന്നും കാണാൻ പാടില്ല ബിരിയാണിയിൽ, നല്ല വെന്ത് ഉടയട്ടെ. നമുക്ക് സിമ്മിലിട്ട് അതും വേവിച്ചെടുക്കാം. അപ്പോൾ ഗായ്സ്, ഇപ്പം തന്നെ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഏലക്കായൻ്റെയും പട്ടൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും ഒക്കെ ഒരു മണം ഉണ്ടല്ലോ, എല്ലാം കൂടി ഇങ്ങനെ വെന്ത് വരേണ്ട സ്മെല്ല്, നല്ല സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനെ അരിഞ്ഞാണ്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് വാട്ടിയെടുക്കുക. ഇനി നല്ലോണം മിക്സാക്കി എടുക്കട്ടെ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉണ്ടല്ലോ, മസാല പൗഡർ, അതിട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ഇടണം. ഇതിക്ക് മെയിൻ നമ്മൾ മല്ലിപ്പൊടിയാണ് കൂടുതലിട്ട് കൊടുക്കേണ്ടത്, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എടുത്തിട്ടുള്ള സ്പൂണ് ഞാൻ ചെറിയ സ്പൂണാണ് കേട്ടോ. നിങ്ങൾ അവിടുത്തെ സ്പൂണ് ഒരു അത്യാവശ്യം വലുപ്പമുള്ള സ്പൂണാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാവും. ഇത് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്, ചെറിയ സ്പൂൺ ആയതുകൊണ്ട്. അപ്പോൾ ഇതിന് ഞാൻ എടുത്ത ടേബിൾ സ്പൂണിന് 1 ടീസ്പൂണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം നമുക്ക് വാട്ടിയെടുക്കട്ടോ. സിമ്മിലിങ്ങനെ കിടന്നെല്ലാം വാടി വരട്ടെ. കുരുമുളക് കൂടി പോവത്തിട്ട്. ഇനി എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഒക്കെ ഇട്ടെടുക്കുക. അവിടെ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല, അപ്പോൾ എരിവ് ഞാൻ കുറച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഗരം മസാല ഉണ്ടല്ലോ, അത് മെയിനാണ്, അതെന്തായാലും ഇട്ട് കൊടുക്കണം, അപ്പോഴേ ബിരിയാണീൻ്റെ ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ഗരം മസാല പറഞ്ഞാൽ പെരുംജീരകവും പിന്നെ ഏലക്ക, ഗ്രാമ്പു, പൂവുണ്ടല്ലോ, ആ പട്ട, അത് പൂവ് എല്ലാം കൂട്ടി പൊടിച്ചെടുക്കാനുള്ള പൊടിയാണ് കേട്ടോ. അങ്ങനെ അത് 4 കൂടി കൂട്ടി പൊടിച്ചിട്ട്, കൂടുതൽ നമ്മൾ പെരുംജീരകം ഉണ്ടല്ലോ അതിട്ട് കണ്ട് ആ മസാലയ്ക്ക് അതും കൂടി ഇട്ട് കൊടുക്കണം.
നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് പൊടിച്ച പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടത് ഗരം മസാല. പിന്നെ അതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ് തൈര് കൂടി പോകത്തിട്ടാ, അപ്പോൾ പുളി കൂടിപ്പോവും. അപ്പോൾ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക തൈര്. ഒരു പാക്കറ്റിൻ്റെ 1/4 ഭാഗമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ അത്രേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി അതിങ്ങനെ ഒന്ന് സെറ്റായി വരട്ടെ. മുട്ടൊക്കെ ഇവിടെ തൊലിച്ച് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലേൻ്റെ മേലെ ഓരോ മുട്ടകൾ ഇങ്ങനെ വൃത്തി ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്ര തന്നെയുള്ള സിമ്പിൾ പരിപാടിയാണ് എഗ് ബിരിയാണി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ദമ്മിടുന്ന പരിപാടി തുടങ്ങാം. റൈസ് ഇട്ട് കൊടുക്കുക. സാധാ നമ്മൾ ദമ്മിടുമല്ലോ ബിരിയാണിക്ക്. ഗരം മസാല ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ റൈസ് ഇട്ട് കൊടുക്കുക, പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ദമ്മിടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. മേലെ ലാസ്റ്റ് സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കട്ടോ. ഇനി നല്ലൊരു ആവി പോവാത്ത നല്ലൊരു അടിപൊളി മൂടി ഇതിൻ്റെ മേലെ നമുക്ക് മൂടി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് നല്ല ഇതുണ്ടല്ലോ നല്ല വെയിറ്റുള്ള എന്തെങ്കിലും ഒരു പാത്രം നമുക്ക് വെച്ച് കൊടുത്ത് 10 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ട് ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ 10 മിനിറ്റ് ഇങ്ങനെ സിമ്മിൽ കിടക്കണം. അപ്പോൾ ബിരിയാണി ഒന്ന് സെറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ദമ്മൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളി മണം വരുന്നുണ്ടോ. മക്കളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ നമ്മൾ ബിരിയാണി ഇങ്ങനെ റൈസിനെ വേറെ പാത്രത്തിൽ മാറ്റി കൊടുക്കണേ. മുട്ട ബിരിയാണി അല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ മുട്ട ഉടയും. അപ്പോൾ ഉടയാതെ കാരണമാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമുക്ക് ചെയ്യുന്ന അതിലത്തെ മുട്ടനെ എടുത്തുകൊണ്ട് മാറ്റിയെടുത്തിട്ട് മസാലയും റൈസും കൂടി നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ബിരിയാണി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.